ചങ്ക് ബ്രോകളെ സമയം എത്രയായി? 6 മണി. 6 മണിക്ക് കൂരാപ്പൂരി ചാവക്കാട് ബീച്ച് എന്ന് പറഞ്ഞാ കോഴിക്കോട് ബീച്ച് എന്ന് പറഞ്ഞാ പേടിയാവണ്. അമ്മാതിരി ഇടിവെട്ട് മിന്നർച്ചില് പ്രശ്നങ്ങള്. കൂടെ വന്നൊരു ഓടി ചോദിച്ചപ്പോഴാണ് കഴിഞ്ഞ പ്രാവശ്യം ഇടിവെട്ട് മിന്നർച്ചിനായിട്ട് ഇവിടെ കോഴിക്കോടാണ് ഇത്ര പിള്ളേര് മരിച്ചത്. എപ്പോഴും എങ്ങനെ എവിടെ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അതെന്താ വെച്ചാൽ മരണാണ്. ഇവിടെ ഇരിക്കാണ് ചിലപ്പോ നമ്മൾ ഓടിപ്പോണ സമയത്തായിരിക്കും ചിലപ്പോ. അപ്പൊ ഇവിടെ ഉണ്ടായിരിക്കുന്ന സംഭവിച്ചാൽ നമുക്ക് അങ്ങോട്ട് നോക്കിയാൽ മിന്നർച്ചല് ഭയങ്കരമായ മിന്നർച്ചല്. നമ്മുടെ നാട്ടിലൊക്കെ തൃശ്ശൂര് മിന്നർച്ചിലെന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ് ഭാഗത്തുനിന്ന്, കോഴിക്കോട് മിന്നർച്ചൽ നേരെ കിഴക്കേ ഭാഗത്തുനിന്ന് നോക്കിയാ കാണിച്ചോടുത്ത ഭയങ്കര വ്യത്യാസം ഞങ്ങളെ. അപ്പൊ നമുക്ക് കാണട്ടോ. അപ്പൊ വിളിക്കാൻ കെട്ടിയോള് വന്നിട്ടുണ്ട് പറയാണ്ട ഇങ്ങനെ പറ്റിട്ട്. ഇവിടെ കോഴിക്കോട് ബീച്ചിൽ പറയാൻ വെച്ചാലേ മഴ പെയ്ത കേറിക്കാൻ സ്ഥലമില്ല. കോഴിക്കോട് ബീച്ചില് ഞങ്ങള് വാളാനപ്പള്ളി ബീച്ചിലൊക്കെ മഴ പെയ്തൊക്കെ കുറെ ചെറിയ ചെറിയ കടകളുണ്ട്. ഈ കടകളിലൊക്കെ കേറിക്കാൻ പറ്റും. പക്ഷെ ഇവിടെ കേറിക്കാൻ സ്ഥലമില്ല. ഒരു രക്ഷയില്ലടാ. സാഹചര്യത്തില് നമ്മൾ ഓടുന്നതാ. മഴ പെയ്ത് കുഴപ്പമില്ലാട്ടോ. എന്റെ പൊന്നെ എന്ത് കാണുന്നു. ആടാ വിഷം മാറണാടാ. കട്ടയണോ ഒരു പിടിച്ചോ ലെഫ്റ്റ് കൂട്ടി ഇടിക്കാൻ മതി. പോലീസുകാർ കോടായിട്ട് നടക്കുക എന്നറിയോ? ജനങ്ങൾക്ക് ചൂടാൻ കൊടുക്കാൻ ഇവിടുത്തെ പോലീസുകാർ സപ്പോർട്ട് കോടായിട്ട് നടക്കുക. ഡ്രസ്സുള്ള ഒരു പെൺകുട്ടി മതി നോക്കിയത് ഇരിക്കാൻ പോണ്. ഈ പാറക്കല്ല് ഈ കോഴിക്കോട് ഇതിന്റെ അടിയിലത്തെ അത് കളിച്ച ഈ കാണുന്ന പാറക്കല്ല് ഇവിടെ ഇങ്ങനത്തെ ഒരു കല്ല് വേണം എന്ന് പറഞ്ഞിട്ട് കിട്ടാനൊരു വഴി ഉണ്ടായിരുന്നില്ല. ആ സാഹചര്യത്തിലാണ് നമ്മൾ വാടാനപ്പള്ളിയിൽ നിന്നാണ് നമ്മൾ ഈ കല്ലിവിടെ കൊണ്ടുവരുന്നത്. അപ്പൊ ഈ കല്ല് കിടക്കുന്നത് ഇനി വേറെ കാണിച്ചുതരാം. ശ്രേഷ്ഠമായ കല്ലാണ് ഇനി ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാം. അയാമിന്റെ ഉറപ്പ്, അതാണ് ഉറപ്പ്. ആ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ കോഴിക്കോട് വന്നിരിക്കുന്നത്. ആ ബോർഡ് കാണിച്ച അപ്പൊ ഈ ഒരു സ്ഥാപനത്തിലാണ് നമ്മളെ മോളെ അഡ്മിറ്റ് എടുത്തുള്ളത്. അപ്പൊ നാളെ ക്ലാസ് തുടങ്ങാണ്. അപ്പൊ ഇന്ന് നമ്മള് മോളെ ഹോസ്റ്റലിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ കോഴിക്കോട് വന്നുള്ളത്. അപ്പോൾ നമ്മളെ കൂടെ വന്നുള്ള വന്നിട്ടുണ്ട് സൽമാൻ, അറിയാലോ, മോള് അതുപോലെ ഇക്കാടെ ഭാര്യ, ഇക്കാടെ മോന്, പിന്നെ നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ ഏറെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മളെ ജ്യേഷ്ഠന്റെ മോൻ ഒരുത്തരുണ്ട് മുറി. അവൻ പുലിയ. അവന്റെ കമന്റിലാണ് നമ്മൾ റീച്ച് കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അപ്പൊ അതാണ് കേസ്. അപ്പൊ അത്രയും ചെറുപ്പത്തിൽ 20 വയസ്സിൽ വീട്ടിൽ വാശി പിടിച്ച് കല്യാണം കഴിച്ചതിന്റെ പേരില് വലിയ മക്കളായി. റിസ്ക് ബ്രോയുടെ കൂടെയുള്ള പഠിച്ച കൂട്ടുകാരന്മാർക്കൊന്നും ഇത്ര വലിയ മോനുണ്ടൊക്കെ ചലഞ്ച് ചെയ്യട്ടാ. 21 വയസ്സായ മോന് റിസ്ക് ബ്രോടെ പഠിച്ച കൂട്ടുകാരന്മാർക്ക് ആർക്കെങ്കിലും 20 വയസ്സായ മോനുണ്ടോ? ഉണ്ടാവൂല. അപ്പൊ റിസ്ക് ബ്രോയുടെ ഏജ് അല്ല കൂടുതൽ കേട്ടാ. പിടിവാശിയായിരുന്നു കൂടുതൽ, കല്യാണം കഴിക്കുന്ന പിടിവാശിയായിരുന്നു കൂടുതൽ. അതുകൊണ്ടാണ് വലിയ നടക്കൂല. അപ്പൊ അപ്പൊ ഇതാണ് ഇപ്പൊ നമ്മുടെ മോള്. ഇവിടെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് അക്ഷര വിദ്യാഭ്യാസമുള്ള ടീച്ചർമാരും മാഷന്മാരും വരെ ഒന്ന് പകച്ചു പോണ പേരാ. ആധാർ കാർഡിൽ സഫ്വാന പർവീൻ എന്നുള്ള പേര്. ഫാത്തിമത്തുൽ സഫ്വാന പർവീൻ എന്നാണ് പേര്. നമ്മൾ വിളിക്കുന്ന മുന്നമോളാണ്. പക്ഷെ ഈ പർവീൻ എന്നുള്ള വാക്ക് ഇതുവരെ ആരും തെറ്റായിട്ട് വായിച്ചിട്ടില്ല. പ്രവീൺ എന്നാണ് വായിക്കുന്നത്. അപ്പൊ ഇവളെയാണ് ഞാൻ ആ കാണുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടില് CAക്ക് ചേർത്തലായിട്ട് പോകുന്നത്. അവളുടെ റിസൾട്ട് നമ്മൾ കാത്തിക്കില്ല. കാരണം അവൾ +1 +1 ഡബിൾ പാസ് ആണ്. പക്ഷെ എല്ലാരും പറയുന്നു CA എന്ന് പറയുന്ന വിഷയം
CA എന്ന് പറയുന്ന വിഷയം വളരെ ടഫാണ് എന്ന് പറയണം. പക്ഷെ എനിക്ക് രക്ഷിതാക്കൾ പറയാനുള്ളത് വെച്ചാൽ പണ്ടത്തെ തള്ളാരെ പോലെ മക്കൾ എന്താവണം എങ്ങനെ ആവണം നമ്മൾ ആഗ്രഹിക്കരുത്. അവരുടെ ആഗ്രഹം എന്താണോ ആ ആഗ്രഹത്തിനൊത്തിട്ട് നമ്മൾ നിന്ന് കൊടുക്കുക എന്നുള്ളതാണ്. കാരണം അപ്പൊ എൻ്റെ മോള് പറഞ്ഞു CA ആവണം, അപ്പൊ CA ആവട്ടെ. അപ്പൊ അവള് തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ശ്രദ്ധിക്കും, കാണിക്കും. ഇൻസ്റ്റിറ്റ്യൂട്ട് അയാം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ സ്ഥാപനം അവള് തന്നെ കണ്ടെത്തി. അപ്പൊ അവളെ കൂടെ പഠിച്ചിരുന്ന LF പഠിച്ചിരുന്ന വേറെ 2 കുട്ടികളും ഇങ്ങനെ ഇവിടെ കൂടെ ഉണ്ട്. അപ്പൊ ഹോസ്റ്റൽ റൂമിലാണ്. അപ്പൊ നമുക്കൊരു സമാധാനം. അപ്പൊ ആ കോഴ്സ് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാനും നല്ല രീതിയിലാവാനും നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയും സ്കൂളൊക്കെ ഉണ്ടായിരിക്കണം. അപ്പോ ഇനി മഴ വരുമോ നമുക്ക് വീണ്ടും കാണാം. പറയണ്ട വ്ലോഗിൽ കാണാന്ന് പറ. രണ്ടുപേരെ കാണും, ഞാനും എന്റെ അതൊക്കെ കാണിച്ചു. ഇതിനാണ് തലറങ്ങണി. എവിടെ കാർ കളിക്കാന്നറിയോ?